ഹലോ കൂട്ടുകാരി, നമസ്കാരം. ഈസ്റ്ററിൻ്റെ വിഭവങ്ങളാണേ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് ഒന്ന് നോക്കിയിട്ട് വന്നാലോ. ഈസ്റ്ററിൻ്റെ തലേദിവസം തന്നെ ഞാൻ പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് മീൻകറി വയ്ക്കാനാണ്. പച്ചമാങ്ങ ഇട്ടിട്ടാണ് മീൻകറി വയ്ക്കുന്നത്, കുടപ്പുളിയല്ല. പച്ചമാങ്ങ അരിഞ്ഞിട്ടിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി ചതച്ചത്, പച്ചമുളക്, കുറച്ച് ചുവന്നുള്ളി, കുറച്ച് സവാള, ഇതെല്ലാം ഇട്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇത്ര ഇടുന്നുണ്ട്. ഇതെല്ലാം ഇട്ടതിന് ശേഷം കൈ വെച്ച് നന്നായിട്ട് തിരുമ്പി എടുക്കുന്നുണ്ട്. ഇത് നന്നായി തിരുമ്പി എടുത്തതിന് ശേഷം അതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇടുന്നുണ്ട്. മീൻ കഷ്ണങ്ങളെല്ലാം ഞാൻ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മിക്സ് ചെയ്ത് വെച്ചതാണ്. അതിലേക്ക് തേങ്ങയുടെ 2-ാം പാലാണ് ഒഴിക്കുന്നത്. 2-ാം പാലും 3-ാം പാലും ഉണ്ട് അതിൽ. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റവിൻ്റെ മുകളിലേക്ക് എടുത്തു വയ്ക്കുകയാണ്. ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. കറി ഒന്ന് തിളച്ച് വന്നു കഴിയുമ്പോൾ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക ചട്ടി. അതിൽ കയ്യിലിട്ട് ഇളക്കാൻ പാടില്ല. ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട്, മാങ്ങയും വെന്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ 1-ാം പാൽ ഒഴിക്കുന്നുണ്ട്. ഇത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക. തിളച്ച് കഴിയുമ്പോൾ നമുക്ക് കാച്ചി ഒഴിക്കാം. ഒരുപാട് നേരം തിളയ്ക്കാനായിട്ട് നിർത്തണ്ട, പാല് പിരിഞ്ഞു പോകും. ഞാൻ കാച്ചാൻ വേണ്ടിയിട്ട് കുറച്ച് കൊച്ചുള്ളിയാണ് എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് ഒരല്പം മുളക് പൊടി ഇടുന്നുണ്ട്. നമ്മുടെ കറിക്ക് ഒന്ന് ഭംഗി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. മീൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു ദിവസം മുന്നേ ഉണ്ടാക്കി വയ്ക്കുമ്പോഴാണ് അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ മീൻകറി ഉണ്ടാക്കി കഴിഞ്ഞു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ബീഫിലേക്കുള്ള മസാലകളാണ്. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ഇത്രയും എടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇത് പോരാ ശരിക്കും ബീഫിലേക്ക്, പിന്നെയും മസാലകൾ വരും. ഇത് ഒന്ന് വേവിക്കാൻ വെക്കുമ്പോൾ ഞാൻ ഇടുന്ന മസാലകളാണ്. നന്നായിട്ട് ചൂടാക്കി എടുക്കണം. ഇനി ഒരു കല എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ വെളുത്തുള്ളിയുടെ ഞാൻ പേസ്റ്റാണ് ഇടുന്നത്, സവാള അരിഞ്ഞത്, ഉപ്പ്, ചൂടാക്കി വെച്ചിരിക്കുന്ന മസാലകൾ, കുറച്ച് വെളിച്ചെണ്ണ കയ്യിലെടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് കൈ വെച്ച് തിരുമ്പി എടുക്കുന്നുണ്ട്. അതിലേക്ക് ബീഫ്, 2 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. ആ ബീഫ് ഇട്ടിട്ട് നന്നായിട്ട് കൈ വെച്ച് തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിത് 1 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട്. എന്നിട്ടാണ് എല്ലാം ചെയ്യുന്നത്. ടെറസിലെ റോക്കറ്റ് അടുപ്പിലാണ് കേട്ടോ ബീഫ് വേവിക്കാൻ വയ്ക്കുന്നത്. അപ്പോൾ അവിടെ ഭയങ്കര വെയിലായതുകൊണ്ട് ഒന്ന് സന്ധ്യയായിട്ടാണ് ഞങ്ങൾ മുകളിലേക്ക് ഇതും കൊണ്ട് കയറിയത്. പക്ഷേ ഒരു അബദ്ധം പറ്റി. കലത്തിൽ നിറച്ച് ബീഫ് ഉള്ളതുകൊണ്ട് നമുക്ക് ഇളക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ പാത്രം മാറ്റല്ലാതെ വേറെ നിവൃത്തിയില്ല, പാത്രം മാറ്റി. ഇപ്പം ശരിയായി. ഇത് ഇപ്പം ഇളക്കാൻ പറ്റും. പക്ഷേ വലിയ ഉരുളിയായതുകൊണ്ട് അതിൻ്റെ അടിയിൽ പരക്കാനുള്ളതേ ഉണ്ടായുള്ളൂ. മൺകലവും വിറകടുപ്പും എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രതീക്ഷയിൽ കയറി വന്നതായിരുന്നു. അടുപ്പും വലുതായിരുന്നു. പാത്രം മാറ്റിയത് എന്തായാലും നന്നായി. ഇല്ലയെന്നുണ്ടെങ്കിൽ ചുട്ടെറിച്ച് തിന്നേണ്ട അവസ്ഥ വന്നേനെ. അത്യാവശ്യം നന്നായിട്ട് ഇരുട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ചുറ്റും നല്ല ഇരുട്ടാണ്. പക്ഷേ ഈ സമയത്ത് ചെറിയ കാറ്റും കൊണ്ട് ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ ചെയ്യാനായിട്ട് ഒരു പ്രത്യേക വൈബാണ്. നല്ല സുഖമാണ്. നമ്മൾ ബീഫ് അടുപ്പത്ത് കയറ്റിയിട്ട് ഏതാണ്ട് 1 മണിക്കൂറോളമായിട്ടോ. സമയം നന്നായിട്ട് എടുക്കുന്നുണ്ട് അത് വെന്ത് കിട്ടാനായിട്ട്. എപ്പോഴും ഈ അടുപ്പിൻ്റെ കടക്കിയിരിക്കണം എന്നില്ല കേട്ടോ. എപ്പോഴെങ്കിലുമൊക്കെ വന്ന് ഒന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മാത്രം മതി. പിന്നെ അടച്ചു വെച്ച് പതുക്കെ അവിടെ ഇരുന്ന് വെന്തോളും. ഇതിൻ്റെ ഇടയിൽ അടുത്ത ദിവസത്തേക്കുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഞാൻ അവിടെ ഇരുന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. ഏതാണ്ട് ഒരു 3 മണിക്കൂറിന് ശേഷം നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട്. ഇനി ചിക്കൻ വറക്കാനാണ്. ഞാൻ ചെറിയൊരു കടായി വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് ചിക്കൻ വറുത്തുകൊണ്ടിരിക്കുകയാണ്. ചിക്കനിൽ മുളക്, മഞ്ഞൾ, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് ഗരം മസാല ഇത്ര ഇട്ടിട്ട് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 5-6 മണിക്കൂറോളം ഇരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാനിത് വറുത്ത് കോരിയെടുക്കുന്നത്. പക്ഷെ ഒരു അബദ്ധം പറ്റി. ഒരു പ്രാവശ്യത്തെ ഇത് വറുത്ത് കോരിയപ്പോൾ ഇച്ചിരി ഹാർഡായിപ്പോയി. എത്ര പ്രാവശ്യം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും എപ്പോഴെങ്കിലുമൊക്കെ ഒരിക്കൽ അബദ്ധം പറ്റും അല്ലേ? അങ്ങനെ പറ്റി, അത്രയും. ഈ ഒരു ട്രിപ്പ് കൊരാറായിട്ടുണ്ട്. ഇത് കോരിയെടുത്ത് വയ്ക്കുന്നുണ്ട്. ഇതെല്ലാം കറിയാക്കുന്നത് നെക്സ്റ്റ് ഡേ ആണ്. ഇനിയുള്ളത് ഈസ്റ്ററിൻ്റെ അന്ന് രാവിലത്തെയാണ്. ഇത് വട്ടയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. മാവ് നന്നായിട്ട് ഫെർമെൻ്റായിട്ട്
പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് നമ്മൾ വട്ടയപ്പം ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കറുത്ത മുന്തിരിയും കാഷ്നട്ടും എടുത്തു വെച്ചിട്ടുണ്ട്. ഈ ഒരു പാത്രത്തിലാണ് ഞാൻ വട്ടയപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒറ്റ ടൈമിൽ തന്നെ 5-6 വട്ടയപ്പം നമുക്ക് ഉണ്ടാക്കി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പാത്രത്തിൽ വട്ടയപ്പം ഉണ്ടാക്കുന്നത്. വളരെ ഈസിയാണ് കേട്ടോ, പെട്ടെന്ന് ഉണ്ടാക്കി കഴിയുകയും ചെയ്യും. ഓരോ പ്ലേറ്റിലും നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ഒന്ന് സ്പ്രെഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അത് നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. ഞാനിവിടെ നെയ്യാണ് യൂസ് ചെയ്യുന്നത്. ഓരോ പ്ലേറ്റിൻ്റെയും ഒരു 1/4 ഭാഗത്തോളം ഞാൻ മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം അത് കുറച്ചും കൂടി പൊന്തി വരുമല്ലോ, അതുകൊണ്ട് 1/4 ഭാഗം മതി. ഞാനിവിടെ ഇപ്രാവശ്യം പൊൻകതിറിൻ്റെ അപ്പപ്പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാ പ്ലേറ്റിലും മാവ് ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് കാഷ്നട്ടും റൈസിൻസും ഒന്ന് വെതറി കൊടുക്കുന്നുണ്ട്. ഇതൊരു നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വേണ്ട. ഒരു ഭംഗിക്ക് വേണ്ടി ഇട്ട് കൊടുക്കുന്നു എന്ന് മാത്രം. ഇതിൻ്റെ ടേസ്റ്റിൽ ഒരു വ്യത്യാസവും വരാൻ പോകുന്നില്ല. പിന്നെ ഇത് ആ തട്ടിലേക്ക് എടുത്ത് വയ്ക്കുമ്പോൾ ഒന്ന് കെയർ ചെയ്തിട്ട് എടുത്ത് വയ്ക്കണം. എല്ലാം കൂടി ഒന്നിച്ച് താഴെ വീഴാതെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് എടുത്ത് വയ്ക്കണം. അത്ര മാത്രമേ അതിൻ്റെ ബുദ്ധിമുട്ടുള്ളൂ. ഇതൊന്ന് ലോക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അപ്പച്ചെമ്പിലേക്ക് വയ്ക്കാം. ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് കൊണ്ട് നമുക്കിത് വെന്ത് കിട്ടും കേട്ടോ. ഇപ്പോൾ ഏതാണ്ട് 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് എടുത്ത് പുറത്തേക്ക് ചൂടാറാനായിട്ട് എടുത്ത് വയ്ക്കാം. ഇനി വട്ടയപ്പത്തിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ബീഫ് കറി റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ചുവന്നുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം ചതച്ചെടുത്തിട്ടുണ്ട്. ഒരു കലത്തിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും ഒന്നിച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഞാൻ ബീഫിൻ്റെ കൂടെ കുറച്ച് കായയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി വേവിച്ചെടുത്തിട്ടുണ്ട്. ഒരു വലിയ ടേബിൾ സ്പൂൺ നിറയെ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, ഒരല്പം മഞ്ഞൾപ്പൊടി, ഇത്ര ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട്. അതൊന്ന് മൂത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കായും ബീഫും കൂടിയിട്ട് ഒന്നിച്ച് അതിലിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് അടച്ച് വയ്ക്കാം. അടച്ച് വയ്ക്കുമ്പോൾ പെട്ടെന്ന് തിളച്ച് കിട്ടും. നല്ലൊരു തിള വന്നതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് ഇറക്കി വയ്ക്കാം. ചാറൊക്കെ നന്നായിട്ട് കുറുകി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി ഇതിനെ. ഈസ്റ്ററിൻ്റെ അന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് വട്ടയപ്പവും ബീഫ് കറിയാണേ. ഇനി ഉച്ചയ്ക്കേക്ക് വേണ്ടിയിട്ട് ചിക്കനും ബീഫും കട്ട്ലറ്റും ഒക്കെ ഉണ്ടാക്കാനുള്ള സവാള ഒന്നിച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ബീഫിലേക്ക് വേണ്ടിയിട്ടാണ് സ്ലൈസായിട്ട് അരിഞ്ഞിരിക്കുന്നത്. പിന്നെ കട്ട്ലറ്റിലേക്കും ചിക്കനിലേക്കും ഇതുപോലെ ചെറിയ ക്യൂബായിട്ട് അരിഞ്ഞിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, പിന്നെ വെളുത്തുള്ളി കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്നത്, തക്കാളി, ബീഫ് വേവിച്ചത്, ചിക്കൻ വറുത്തത്, തേങ്ങാക്കൊത്ത് ഇത്രയുണ്ട്. അപ്പുറത്ത് തന്നെ നമ്മുടെ മീൻകറി ഇരിപ്പുണ്ട്. പിന്നെ ഇത് കട്ട്ലറ്റിലേക്ക് വേണ്ടിയിട്ട് ബീഫ് ഷ്രെഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നമ്മുടെ മീൻകറി ഇതാ അടിപൊളിയായിട്ട് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഇതിൽ ചിക്കൻ പെരട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അത് ചിക്കൻ വറുത്ത വെളിച്ചെണ്ണ തന്നെയാണ് അതിൽ ഒഴിച്ചിരിക്കുന്നത്. ഇപ്പുറത്ത് ഈ കാണുന്നത് ബീഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, ബീഫ് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കുക്കറിൽ ഞാൻ ഉരുളക്കിഴങ്ങ് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് നമ്മുടെ കട്ട്ലറ്റിന് വേണ്ടിയിട്ട്. എല്ലാം കൂടി ഒന്നിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പോൾ ബീഫിലേക്ക് വേണ്ടിയിട്ട് ഞാൻ സവാള ഇടുന്നുണ്ട്. സവാള കൈ വെച്ചിട്ടൊന്ന് തിരുമ്പി ഇടുകയാണെങ്കിൽ പെട്ടെന്ന് അത് വഴന്ന് കിട്ടും. സവാള വഴറ്റുന്നതോടൊപ്പം തന്നെ അപ്പുറത്ത് ചട്ടിയിൽ എണ്ണ ചൂടായിട്ടുണ്ട്. ചിക്കനിലേക്ക് ആദ്യം തേങ്ങാക്കൊത്താണ് ഇടുന്നത്. 3 ബർണറും ഉള്ളതുകൊണ്ട് തന്നെ വേഗം എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിക്കാൻ പറ്റും. തേങ്ങാക്കൊത്ത് ചെറുതായിട്ടൊന്ന് കളറ് മാറി തുടങ്ങുമ്പോൾ അതിലേക്ക് ഒരു കൈപ്പിടി നിറയെ കാഷ്നട്ട് ഞാൻ ഇടുന്നുണ്ട്. ഒരു നിർബന്ധവും ഇല്ല, ഇത് വീഡിയോയിൽ കാണണമല്ലോ എന്നുള്ളതുകൊണ്ട് ഒരു ആർഭാടത്തിന് ഇട്ടുന്നേ ഉള്ളൂ. കുക്കർ വിസിൽ വന്ന് ഞാനത് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 ചട്ടിയിലുള്ളതും ഒരേ സമയം നമ്മൾ ശ്രദ്ധിക്കണം. ബർണർ കൂടുതലുണ്ടെന്ന് വിചാരിച്ചിട്ട് എല്ലാത്തിലും എടുത്ത് വെച്ച് എല്ലാം കൂടി ശ്രദ്ധിക്കാൻ പറ്റാതിരുന്ന പണി കിട്ടുകയെ. സവാള അത്യാവശ്യം വഴന്നു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, 1.5 ടീസ്പൂണോളം വെളുത്തുള്ളി ചതച്ചത് ഇതിട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിൻ്റെ ഒന്ന് പച്ചച്ചൊവ മാറിക്കഴിയുമ്പോൾ അതിലേക്ക് 1-2 പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇടുക. പിന്നെ കുറച്ച് കറിവേപ്പില ഇത്ര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് മൂപ്പിച്ചെടുക്കുക.
അതേസമയം അപ്പുറത്ത് ചിക്കനിലേക്കുള്ളത് ഏതാണ്ട് ആയി തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഏതാണ്ട് ഒരു 2-2.5 ടീസ്പൂണോളം ഉണ്ടാവും. അത് മൊത്തമായിട്ട് ഞാൻ അതിലേക്ക് ഇടുന്നുണ്ട്. ചതച്ചിട്ടാലും കുഴപ്പമില്ല, പക്ഷേ കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാനത് അരിഞ്ഞിട്ടിരിക്കുന്നത്. ഇനി ബീഫിലേക്കുള്ള പൊടികൾ 1.5 ടീസ്പൂണോളം മുളക് പൊടി, അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ്. പിന്നെ 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി. ഇത്ര ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഞാൻ മല്ലിപ്പൊടി ഇടാറില്ല. മുളക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടുക. ഇനി ചിക്കനിലേക്ക് കുറച്ച് ഇഞ്ചി ചതച്ചത് ഇടുന്നുണ്ട്. 1 ടീസ്പൂണോളം ഇഞ്ചി ചതച്ചത് ഇടുന്നുണ്ട്. ഓരോന്നും ചേർത്തതിന് ശേഷം അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ബീഫിൻ്റെ മസാലക്കൂട്ടിൽ കുറച്ചും കൂടി മുളക് വേണമെന്ന് തോന്നി. അത് കാരണം ഞാനത് നടുക്ക് കുറച്ച് സ്പേസ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് 1/2 ടീസ്പൂണും കൂടി മുളക് പൊടി ചേർക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ച് മസാലപ്പൊടി 1 ടീസ്പൂണോളം മസാലപ്പൊടി ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഗരം മസാലയിൽ ഞാൻ കുരുമുളക് ചേർത്താണ് പൊടിച്ചിരിക്കുന്നത്. ചിക്കൻ പെരട്ടിനുള്ള കൂട്ട് അത്യാവശ്യം മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഏതാണ്ട് ഒരു 4 സവാള അരിഞ്ഞത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നന്നായിട്ട് വഴന്ന് വരട്ടെ. ഇപ്പുറത്ത് ബീഫിലേക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഞാൻ ബീഫ് അതിലേക്ക് ഇടുകയാണ്. ബീഫ് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. എന്നിട്ട് നമ്മളത് അടച്ച് വെച്ച് നന്നായിട്ട് തിളച്ച് വരാൻ വേണ്ടി വയ്ക്കുകയാണ്. ഇതിലെ ചാറൊക്കെ നന്നായിട്ട് വറ്റിച്ച് ഡ്രൈ ആയിട്ടാണ് എടുക്കുന്നത്. ഇതിന് മുകളിലേക്ക് 1 പിടിയോളം സവാള ഞാൻ ഇടുന്നുണ്ട്. അത് ഒരു നിർബന്ധവുമില്ല, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. എനിക്ക് ആ സവാളയുടെ പച്ചമണം ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഇടുന്നത്. ബീഫിൻ്റെ പരിപാടി ഏതാണ്ട് കഴിഞ്ഞു എന്ന് പറയാം. ഇനി ചിക്കൻ്റെ കാര്യങ്ങളാണ് നോക്കേണ്ടത്. ബീഫ് ഒന്നും കൂടി തിളയ്ക്കണം. അപ്പോൾ അത് അടച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ 1-2 വട്ടം ഞാൻ തുറന്ന് ഇളക്കിയിരുന്നു. ബീഫ് ഇനി ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. വലിയ രീതിയിൽ തീ കത്തിക്കേണ്ട ആവശ്യമില്ല. ചെറിയ ബർണറിലേക്ക് മാറ്റി വയ്ക്കുകയാണ് നല്ലത്. പിന്നെ ഇതിലേക്ക് ഞാൻ ഈ തേങ്ങാക്കൊത്ത് ഇടാനായിട്ട് മറന്നു പോയിരുന്നു. നമ്മൾ ബീഫ് ഇടുന്നതിന് മുന്നേ ഇടേണ്ടതാണ്. ഇപ്പം ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, അതതിൽ കിടന്ന് ആയിക്കോളും. പക്ഷേ ആ സമയത്ത് ഇടുന്നതാണ് കുറച്ചും കൂടി നല്ലത്. ഞാനത് മറന്നു പോയിരുന്നു. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഒന്നിച്ച് ചെയ്യുമ്പോൾ അതിൽ 1-2 വിട്ടുപോകും. പിന്നെ ഇതിലേക്ക് ഇപ്പോഴാണ് ഞാൻ ഒരല്പം ഉപ്പിടുന്നത്. ബീഫ് വേവിച്ചപ്പോൾ നമ്മൾ ഉപ്പിട്ടതാണ്, അതുകൊണ്ടാണ് ഇതുവരെ ഉപ്പിടാതിരുന്നത്. ഞാനിത് ചെറിയ ഫ്ലെയിമിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ബീഫ് ഇനി അങ്ങനെ ഇരുന്ന് പതുക്കെ വെന്ത് കിട്ടിയാൽ മതി. നന്നായിട്ട് അത് റോസ്റ്റ് ആകുന്ന പോലെ ആയി കിട്ടും. ചോറ് വയ്ക്കാനുള്ള കുക്കറും ഒരു സൈഡിൽ ഞാൻ വെച്ചിട്ടുണ്ട്. ബീഫ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം കനമുള്ള ഒരു പാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക, അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതിനിടയിൽ ചോറ് വിസിൽ വന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ പെരട്ടിൻ്റെ പാത്രം ഞാൻ അപ്പുറത്തേക്ക് മാറ്റി നടുക്ക് ഇനിയും കട്ട്ലറ്റിനുള്ള കാര്യങ്ങൾ നോക്കുകയാണ്. കട്ട്ലറ്റിന് വേണ്ടിയിട്ട് കുറച്ച് സവാള വഴറ്റാനിട്ടിട്ടുണ്ട്. ഇത് ചിക്കൻ പെരട്ടിന് വേണ്ടിയിട്ട് ഞാൻ ഉണക്കമുളക് വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അത് അതിലേക്ക് ഇടുന്നുണ്ട്. അതിൻ്റെ എരിവിനനുസരിച്ച് വേണം ഇനി മുളക് പൊടി ചേർക്കാൻ വേണ്ടിയിട്ട്. അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 2 ടീസ്പൂണോളം മല്ലിപ്പൊടി, ഇത്രയും ചേർക്കുന്നുണ്ട്. ഈ ഒരു കൂട്ട് നന്നായി മൂത്ത് വന്നതിന് ശേഷം എരിവ് പോരാ എങ്കിൽ ചേർക്കാം. ഞാൻ 1 ടീസ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ട് അതിലേക്ക്. ഇത് നന്നായിട്ട് മൂത്ത് വരട്ടെ. ഇനി ഇതിലേക്ക് 3 തക്കാളി അരിഞ്ഞു വെച്ചത് ഞാൻ ചേർക്കുന്നുണ്ട്. ഈ തക്കാളി നന്നായിട്ട് മിക്സ് ചെയ്ത് അതൊന്ന് ഉടഞ്ഞു വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒന്ന് അടച്ച് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് അത് വെന്ത് കിട്ടും. ഇതിനിടയിൽ ബീഫ് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. അത് നല്ല ഡാർക്ക് കളറായി വരുന്നുണ്ട്. കട്ട്ലറ്റിലേക്ക് നമ്മൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുന്നുണ്ട്. അത് നന്നായിട്ട് ഇളക്കി മൂപ്പിച്ചെടുക്കണം. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂണോളം മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർക്കുന്നുള്ളൂ. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്. ബീഫിൽ ഉപ്പിട്ട് വേവിച്ചതുകൊണ്ടാണ് എല്ലാത്തിലും വളരെ കുറവ് ഞാൻ ഉപ്പിടുന്നത്. ഉപ്പ് കൂടി കഴിഞ്ഞ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആവശ്യത്തിന് കുറച്ച് കറിവേപ്പില ഞാൻ കട്ട് ചെയ്തിടുന്നുണ്ട്. ഈ ഒരു കൂട്ട് നന്നായിട്ട് മൂത്ത് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ചിക്കൻ പെരട്ടിൻ്റെ മസാല എന്തായെന്ന് നോക്കാം. അതിലെ മസാല
നന്നായിട്ട് ഉടഞ്ഞ് തക്കാളിയൊക്കെ ഉടഞ്ഞ് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിക്കാം. ഞാനൊരല്പം ചൂടുവെള്ളം ഒഴിക്കുന്നുണ്ട്. ഒരു സ്വല്പം ഗ്രേവി വേണം. പിന്നെ ആ ചിക്കൻ ഒന്ന് സോക്കായിട്ട് അതിലേക്ക് മസാലകളൊക്കെ പിടിക്കാൻ ഒരു ഇച്ചിരി ഗ്രേവി ഉള്ളത് നല്ലതാണ്. തിളപ്പിച്ച വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് വറുത്ത ചിക്കൻ ഇടാം. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നന്നായി തിളച്ചതിന് ശേഷം നമ്മുടെ പാകത്തിനുള്ള ഗ്രേവി ആയി കഴിയുമ്പോൾ അത് ഇറക്കി വയ്ക്കാം. കട്ട്ലറ്റിനുള്ള മസാല ഇപ്പുറത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഷ്രെഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് അതിലേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ബീഫിൽ എന്തെങ്കിലും വെള്ളമയം ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് വറ്റി വരുന്നത് വരെ നമ്മളൊന്ന് വഴറ്റിയെടുക്കണം. കട്ട്ലറ്റിൻ്റെ കൂട്ടിലേക്ക് ഒരല്പം ഗരം മസാല കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ഇതിനിടയിൽ ചിക്കനും ബീഫും റെഡി ആയിട്ടുണ്ട്. മസാലയൊക്കെ ചിക്കനിൽ പൊതിഞ്ഞിരിക്കുന്ന തരത്തിലാണ് ചിക്കൻ റെഡിയാക്കിയിരിക്കുന്നത്. കട്ട്ലറ്റിൻ്റെ കൂട്ടിലേക്ക് വേവിച്ചുടച്ച പൊട്ടറ്റോ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട്ലറ്റ് റെഡിയാക്കാനായിട്ട് ഒരു പാനിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ചിക്കൻ വറുത്തതിൽ ബാലൻസ് ഉള്ള എണ്ണ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഷേപ്പ് ചെയ്ത കട്ട്ലറ്റുകൾ മുട്ടയിൽ മുക്കിയിട്ട് വറുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ബ്രെഡ് ക്രംസ് യൂസ് ചെയ്യുന്നില്ല. ബ്രെഡ് ക്രംസ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ എണ്ണയൊക്കെ സ്പോയിലായി പോവും. രണ്ട് സൈഡും തിരിച്ചും മറച്ചിട്ട് മുരിച്ചെടുക്കുന്നുണ്ട്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് തരണേ. ഞങ്ങളുടെ ഈസ്റ്റർ വിഭവങ്ങൾ ഇതൊക്കെയാണ്. എങ്ങനെയുണ്ട്? വീഡിയോ കുറച്ച് ഡിലേ ആയി പോയെന്ന് അറിയാം. എല്ലാവരും ക്ഷമിക്കുക. ഒറ്റയ്ക്കെല്ലാം ചെയ്യുന്നതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാതെ ഉള്ളതുകൊണ്ട് എല്ലാവരും കൂടി ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷം വളരെ വലുതാണ്. നമ്മുടെ വീട്ടിലെ സ്ത്രീകൾ ഇതുപോലെ ഉണ്ടാക്കി ടേബിളിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് വയ്ക്കുമ്പോൾ ഒരു നല്ല 2 വാക്ക് പറയാൻ മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ കമൻറ്റുകൾ അറിയിക്കാനും മറക്കരുത് കേട്ടോ.